ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു പാരന്റാണ്. സോ പാരന്റിങ്ങിനെ പറ്റിയിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനെപ്പറ്റി ഒരുപാട് പറയാൻ അറിയുള്ള ഒരാളൊന്നുമല്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് കാലഘട്ടത്തിലായാലും ശരി, മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക എന്ന് പറയുന്ന ഒരു പോയിന്റ് തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഏത് കാര്യവും അഡിക്ഷൻ ആവുമ്പോൾ തെറ്റാണല്ലോ. അതേപോലെ തന്നെയാണ് റിലേഷൻഷിപ്പും, പ്രത്യേകിച്ച് മക്കളുടെ കാര്യം. കാരണം നമുക്ക് മാത്രം ഉത്തരവാദിത്വമുള്ള, നമുക്ക് മാത്രം അവകാശമുള്ള ഒരു ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ നമ്മൾ മക്കളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ അത് അവർക്കും ദോഷം ചെയ്യും, നമുക്കും ഒരു ബാധ്യതയായിട്ട് മാറും. മക്കളെ പറ്റിയൊക്കെ പറയുമ്പോൾ ബാധ്യത എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് പോലും ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധത്തിന് ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള വാക്കാണ്. പക്ഷെ നമ്മൾ സത്യസന്ധമായി ചിന്തിച്ചാൽ അതാണ് അതിന്റെ ശരി. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലും കൂടുതലായിട്ട് നമ്മുടെ മക്കളുടെ ലൈഫിലേക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് അവർ വളർന്നു വലുതായാലും അതേ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് നമ്മൾ അവരുടെ ലൈഫിൽ നിലനിൽക്കുന്നത്. പക്ഷെ അതിന്റെ പ്രശ്നം വരുന്നത് ഈ മക്കൾക്ക് തന്നെയാണ്. അവരൊരു കുടുംബമായിട്ടൊക്കെ മാറി ജീവിക്കുമ്പോൾ അവർക്ക് ഈ ഒരു റെസ്പോൺസിബിലിറ്റി, നമ്മൾ കൊടുക്കുന്ന ഒരു ഓവർ സപ്പോർട്ട്, ഇതെല്ലാം ബാധ്യതയായിട്ടാണ് മാറുക. അപ്പൊ അതില്ലാതിരിക്കാൻ ചെറുപ്പം മുതൽക്ക് തന്നെ അവരൊരു ഇൻഡിവിജ്വൽ ആയിട്ട് വളർത്തുക. അത് അവർക്കും ഗുണം ചെയ്യും, നമുക്കും സന്തോഷം തരും. പണ്ട് വലിയൊരു കുടുംബ വ്യവസ്ഥിതിയിലൊക്കെ നിലനിന്നിരുന്നപ്പോ മക്കള് നമ്മുടെ മാത്രം എന്നൊരു വല്ലാത്ത തോന്നൽ നമുക്കില്ലായിരുന്നു. പക്ഷെ എന്നൊക്കെ മാറി ഇപ്പോ അച്ഛനും അമ്മയും മാത്രമേ മിക്കവാറും വീടുകളിൽ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ ഈ മക്കളെ നമ്മൾ അത്രത്തോളം അഡിക്റ്റഡ് ആയിട്ട് വളർത്തുമ്പോൾ അവർക്കും നമ്മളെ പിരിഞ്ഞൊരു സാഹചര്യം വയ്യാതെ വരും, നമുക്കും അത് പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പൊ അതുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെടാതെ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാതെ അവരുടെ കൂടെ സപ്പോർട്ടീവായിട്ട് നിന്ന് കൊടുക്കുക. അപ്പൊ തീരുമാനങ്ങൾ അവരാണ് എടുക്കുന്നത് എന്നുള്ള രൂപത്തില്. പക്ഷെ ഒരു പ്രായം വരെയൊക്കെ നമ്മുടെ ഗൈഡൻസ് തീർച്ചയായിട്ടും വേണം. നമ്മുടെ ഗൈഡൻസിലൂടെ കൂടി അവർ തീരുമാനങ്ങൾ എടുത്ത് പഠിക്കട്ടെ. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ അതില്ലാതെയും അവർക്ക് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ കടന്നു കയറുക, അവരുടെ കാര്യത്തിൽ എല്ലാത്തിലും ഭയങ്കരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക, അവരിങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുക, ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഇതിനെല്ലാം വിട്ടുകൊടുക്കുന്ന ഒരു ഓമന പേരുണ്ട്, അത് സ്നേഹം എന്നാണ്. പക്ഷെ അതൊരിക്കലും സ്നേഹമാവുന്നില്ല. അതുകൊണ്ടാണ് അത് ഭാവിയിൽ ബാധ്യതയായിട്ട് മാറും എന്ന് പറയുന്നത്. സോ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ആ ഒരു ബാധ്യത പോലെ തന്നെയാണ് നമ്മൾ മക്കളെ വളർത്തിയെടുക്കുമ്പോൾ അതൊരു ബാധ്യതയാവാത്ത രീതിയിൽ വളർത്തിയെടുക്കുക. ഒരിക്കലും മക്കളെ നമുക്ക് അങ്ങനെ ആവുന്നില്ല. പക്ഷെ നമ്മൾ വളർത്തിയെടുക്കുന്ന ശീലം ശരിയല്ലാത്തത് കൊണ്ടാണ് പല മക്കളും നമ്മുടെ ഒരു അവസ്ഥ അറിയാതെ പല കാര്യങ്ങളും വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാല് ഏത് സാഹചര്യത്തിലാണെങ്കിലും മക്കൾക്ക് എല്ലാ കാര്യങ്ങളും ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ എത്തിച്ചു കൊടുക്കാതിരിക്കുക. അവർക്ക് നമ്മൾ അതൊരു സർപ്രൈസ് ആയിട്ട് അവരുടെ മനസ്സൊക്കെ മനസ്സിലാക്കി നമ്മളത് ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് അതൊന്നും കൂടി സന്തോഷമാണ്, സർപ്രൈസ്ഡ് ആയിട്ടൊക്കെ കിട്ടുമ്പോൾ. നേരെ മറിച്ച് അവരാവശ്യപ്പെട്ട് അവരുടെ വാശി ജയിക്കുന്ന പോലെ ഒരു സാധനം കിട്ടുമ്പോൾ അവർക്കത് സന്തോഷത്തേക്കാൾ ഉപരി അതൊരു അഹങ്കാരമായിട്ടാണ് മാറുന്നത്. അപ്പൊ അങ്ങനെ ഒരു രീതി വളർത്തിയെടുക്കാതിരിക്കുക. അങ്ങനെ ആവുമ്പോഴാണ് ആ മക്കൾക്ക് എല്ലാ കാലവും അങ്ങനെ ആഗ്രഹിച്ചത് കിട്ടണം എന്നുള്ളൊരു ചിന്ത വരുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഇത്രയും പറയാറുള്ളൂ, മേക്ക് ദം ഫോർ എ റിയൽ ലൈഫ്. അവരൊരു പ്രാക്ടിക്കൽ ലൈഫിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ ഏറ്റവും നല്ല സഹായം അതിനുണ്ടാവട്ടെ. എനിക്കതിന് സാധിക്കട്ടെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് സാധിക്കട്ടെ. താങ്ക് യു.